اللهم صل على محمد خير خلق الله رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എട്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് ജുമായില്ലാതെ പിരിഞ്ഞു പോകുന്നത്. അർഹമുറാഹിമായ റബ്ബ് ഇനിയുള്ള വെള്ളിയാഴ്ചയെങ്കിലും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ജുമാ നമസ്കാരം നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ 10 നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഏകദേശം ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ്, പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്, പല ആളുകളും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബ്ബാസ് എന്നവരെ, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം നൽകുന്നു, ഒരു ഗിഫ്റ്റ് തരാം. അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ 10 വിധം പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അഥവാ ആദ്യത്തെയും അവസാനത്തെയും, പുതിയതും പഴയതും, അറിഞ്ഞിട്ടോ അറിയാതെയും, രഹസ്യമായിട്ടോ പരസ്യമായിട്ടും, ഇതാണ് ഈ 10 വിധം പാവങ്ങൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ഫാത്തിഹയും സൂറത്തും ഓടിക്കഴിഞ്ഞാൽ അതേ നൃത്തത്തിൽ തന്നെ 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. എന്നിട്ട് റുക്കൂയിൽ 10 പ്രാവശ്യം ഇതേ ദിക്ർ ചൊല്ലുക. ശേഷം റുക്കൂയിൽ നിന്നുണർന്ന് ഇഴ്തിദാലിലും അതുപോലെ ആദ്യത്തെ സുജൂദിലും ഇടയിലുള്ള ഇരുത്തത്തിലും വീണ്ടും 2ാം സുജൂദിലും പിന്നീട് 2ാം സുജൂദിൽ നിന്നുണർന്ന് ശേഷം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലും ഇതേ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തമില്ലാത്ത റക്അത്തിൽ അത്തഹിയാത്തിൻ്റെ മുമ്പാണ് ദിക്ർ ചൊല്ലേണ്ടത്. അങ്ങനെ ഒരു റക്അത്തിൽ 75 തവണ ഇപ്രകാരം ഓരോ റക്അത്തിലും 75 വീതം ചൊല്ലിക്കൊണ്ട് 4 റക്അത്ത് പൂർത്തിയാക്കുക. കഴിയുന്നുണ്ടെങ്കിൽ ദിവസവും നിസ്കാരം കഴിയുന്നവർ നിസ്കരിക്കണം. കഴിയുന്നില്ലെങ്കിൽ മുത്തുനബി പറയാക്ക, അതും കഴിയുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അതും കഴിയുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അതും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നിസ്കരിക്കുക. ഇതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ നിസ്കാരം, ഈ തസ്ബീഹ് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണേ. അത്രയും പുണ്യകർമ്മമായ ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അതുകൊണ്ട് എല്ലാവരും പരമാവധി നിസ്കരിച്ച് ഏറ്റവും വലിയ, നമ്മൾക്ക് ദോഷം പൊറുക്കാൻ ഏറ്റവും വലിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഗിഫ്റ്റായി കൊടുത്ത ഒരു സമ്മാനമാണ്. അതുകൊണ്ട് നാം ജീവിതത്തിൽ കൊണ്ടുവന്ന് പരമാവധി നിസ്കരിക്കാൻ നോക്കണം. നിങ്ങളെ കുടുംബങ്ങൾക്കിത് പഠിപ്പിച്ചു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ട് അല്ലാഹു റബ്ബ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ഈ ബലാഗ് മുസീബത്തിനെ ഉയർത്തിയിട്ട് പള്ളികളും മദ്രസകളും മറ്റുള്ള എല്ലാ വിഷയങ്ങളും മുമ്പത്തേക്കാളും ഭംഗിയോടെ സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ നീ സൗകര്യമുണ്ടാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.